എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാന ചിന്തയ്ക്കായി യഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായം 12-ാം വാക്യം. യഗസ്കേൽ 47:12. നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ദിനത്തിൻ്റെ പ്രഭാതം, അതിൻ്റെ സാധ്യതകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തെ ഫലകരമാക്കുന്നു എന്ന ചിന്തയുടെ തുടർച്ചയായി ഈ വേദഭാഗം നമുക്ക് ചിന്തിക്കാം. ഇവിടെ നമ്മൾ കാണുന്നു, വെള്ളം ഫലപുഷ്ടമാക്കുന്നു. നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോകയില്ല. അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. 1-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യവും ഇതുമായി ചേർത്ത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. മരുഭൂമിയെ ഫലപുഷ്ടമായ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന കാഴ്ച ഇന്ന് പല രാജ്യങ്ങളിലും ഉണ്ട്. ഇസ്രായേൽ രാജ്യമാണ് ഇക്കാര്യത്തിൽ ഏറെ മുൻപിൽ നിൽക്കുന്നത്. ഇന്ത്യയിൽ രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ വരണ്ട ഭൂപ്രദേശങ്ങൾ ഇന്ന് ഫലസമൃദ്ധിയുള്ളതായി തീരുന്നു. ഇത് സാധ്യമാക്കുന്നത് ജലസേചന പദ്ധതികളിൽ കൂടിയാണ്. ഫലശൂന്യമായി കഴിയുന്ന വരൾച്ച ബാധിച്ച ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മ നദീപ്രവാഹമുണ്ടാകുമ്പോൾ ആ ജീവിതങ്ങൾ ഫലഭൂയിഷ്ഠമാകും. പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത് മാസം തോറും പുതിയ ഫലം കായ്ക്കും എന്നാണ്. വല്ലപ്പോഴും എന്തെങ്കിലും ആത്മീയത വെളിപ്പെടുത്തുന്ന അനുഭവമായിരിക്കയില്ല. അനുസ്യൂതമായി ആത്മീയ ഫലം പുറപ്പെടുവിക്കുന്നവരായിത്തീരും. ജീവിതത്തിൻ്റെ മാറി വരുന്ന സാഹചര്യങ്ങളിൽ അവർ നിഷ്ഫലരായി പോവുകയില്ല. ഫലം കായ്ക്കുന്നവരായി തീരുക എന്നുള്ളത് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ഫലശൂന്യമായ അത്തിയെ ശപിക്കുന്നതും മറ്റൊരു അത്തിയെ വെട്ടിക്കളയാൻ ആജ്ഞാപിക്കുന്നതും നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഫലശൂന്യത എപ്പോഴും നാശത്തെ ക്ഷണിച്ച് വരുത്തുന്നതാണ്. ഫ്രൂട്ട്ലെസ്നെസ് ഇൻവൈറ്റ്സ് ഡിസ്ട്രക്ഷൻ. കർത്താവ് കൽപ്പിക്കുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ. പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിച്ച് നമ്മെ ഫലം കായ്ക്കുന്നവരാക്കും. അങ്ങനെയുള്ള ഫലത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ വിവരിക്കുന്നത്, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നുള്ളതാണ്. പര്യായ പദങ്ങളെന്ന് തോന്നത്തക്കവണ്ണം കുറേ സുഹൃതങ്ങളുടെ ഒരു പട്ടിക നിരത്തി വയ്ക്കുകയല്ല. പൂർവമായ ചിന്തയുടെയും പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടവയാണ് മേൽപ്പറഞ്ഞ ഫലങ്ങൾ. അവ നമ്മുടെ 3 ബന്ധങ്ങളോട് ചേർത്ത് ചിന്തിക്കാം. നമ്മുടെ 3 ബന്ധങ്ങൾ: ഒന്ന് ദൈവത്തോട്, മറ്റൊന്ന് മറ്റുള്ളവരോട്, മൂന്നാമത് നമ്മോട് തന്നെയും. ആത്മീയ ഫലങ്ങളിൽ ആദ്യത്തെ 3 ദൈവത്തോടുള്ള ബന്ധത്തിലും പിന്നീടുള്ള 3 അന്യരോടുള്ള ബന്ധത്തിലും അവസാനത്തെ 3 നമ്മോട് തന്നെയുള്ള ബന്ധത്തിലും ഉളവാകേണ്ടവയാണ്.
ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്നേഹം, സന്തോഷം, സമാധാനം എന്നിവ പ്രകടമാകുന്നു. ആത്മീയതയുടെ സ്ഥായീ ഭാവം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹമാണ്. അതുകൊണ്ടാണ് കർത്താവ് ശിമോൻ പത്രോസിനോട് ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നതും അതുതന്നെയാണ്. ആ സ്നേഹം അനുഭവവേദ്യമാകുമ്പോൾ നമ്മുടെ ആത്മാവിൽ സന്തോഷം ഉദിക്കുന്നു. ഈ സന്തോഷം മാംസബദ്ധമല്ല, ആത്മവരപ്രസാദത്താൽ ഉളവാകുന്നതാണ്. ഈ സ്നേഹവും സന്തോഷവും ഒരുമിച്ച് ചേരുമ്പോൾ ഹൃദയത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകുന്നു. ഈ സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമാണ്. ആഴിയുടെ അടിത്തട്ടിലെ ശാന്തതയ്ക്ക് തുല്യമാണ്. ഉപരിതലത്തിൽ തിരകൾ അടിച്ച് ഉയർന്നുകൊണ്ടിരിക്കും, എന്നാൽ അടിത്തട്ട് ശാന്തമായിരിക്കും. അതുപോലെ ജീവിതത്തിൽ തിരമാലകൾക്ക് തുല്യം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉയർന്നു വരാം, എന്നാൽ ഹൃദയാന്തർഭാഗത്തൊരു ശാന്തത അനുഭവപ്പെടും. അത് പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ ഉളവാകുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ ബന്ധം മറ്റുള്ളവരോട് ഉള്ളതാണ്. കുടുംബാംഗങ്ങൾ, സ്നേഹിതർ, സഹപ്രവർത്തകരൊക്കെ തുടങ്ങിയവർ. അവരോടുള്ള ബന്ധത്തിൽ ദീർഘക്ഷമ, ദയ, പരോപകാരം എന്നിവ പ്രത്യക്ഷപ്പെടണം. നമ്മുടെ സാമൂഹിക ബന്ധം ഭദ്രമാകണമെങ്കിൽ ഈ 3 ഫലങ്ങളും നമ്മിൽ നിന്നുണ്ടാകണം. മൂന്നാമത്തെ നമ്മുടെ ബന്ധം നമ്മോട് തന്നെയുള്ളതാണ്. അവിടെയാണ് വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയ ജയവും പ്രകടമാകുന്നത്. ആദ്യത്തെ 2 ബന്ധങ്ങളെക്കാൾ പ്രയാസതരമാണ് മൂന്നാമത്തേത്. കാരണം അത് നമ്മുടെ തനതായ അനുഭവത്തിൽ വരുന്നതാണ്. വിശ്വസ്തത ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായേ മതിയാവൂ. ഇന്ന് അത് വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. സൗമ്യത എന്നുള്ളത് അഹന്തയെ ത്യജിച്ചുകൊണ്ടുള്ള വിനീതഭാവമാണ്. അവസാനത്തേത് എന്ന് പറയുന്നെങ്കിലും പ്രാഥമ്യം നൽകേണ്ട ഒന്നാണ് അത്. അതായത് ആത്മസംയമനം. അതില്ലാതെ വരുമ്പോൾ മനുഷ്യൻ മൃഗതുല്യനാകുന്നു. ഒരു ആധുനിക മനുഷ്യൻ ആത്മവിവശതയിൽ സ്വർഗത്തിലെത്തുന്നു. കവാടത്തിൽ പ്രധാന മാലാഖ ഒരു കൗണ്ടറിനു പിന്നിൽ ആസനസ്ഥനാണ്. വന്ന ആൾ തൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി. ഭൂമിയിൽ നിന്ന് നിരാശനായിട്ടാണ് അദ്ദേഹം സ്വർഗത്തിലെത്തിയത്. ഭൂമിയിലെങ്ങും ജാഗ്രതയോടെ അന്വേഷിച്ചിട്ടും സ്നേഹം, സന്തോഷം, സമാധാനം തുടങ്ങിയ ആത്മാവിൻ്റെ ഫലം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവ സ്വർഗത്തിൽ നിന്ന് വാങ്ങി അനുഭവിക്കാൻ വന്നതാണ്. എന്ത് വില വേണമെങ്കിലും നൽകാം. മാലാഖ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, വി ഡു നോട്ട് സ്റ്റോക്ക് ഫ്രൂട്ട്സ് ബട്ട് ഓൺലി സീഡ്സ്. ഞങ്ങൾ ഫലങ്ങൾ ശേഖരിച്ചു വയ്ക്കാറില്ല, വിത്തുകൾ മാത്രമേ നൽകാറുള്ളൂ. പരിശുദ്ധാത്മാവാകുന്ന വിത്ത് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഉത്സാഹത്താലും പരിശ്രമത്താലും ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയണം. ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിൽ ദൈവം നമ്മെ അതിശയകരമായി വഴി നടത്തി. ഫലഭൂഷ്ടമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ ഇടം നൽകുക എന്ന ഒരു തീരുമാനത്തോടെ ഈ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞങ്ങളെ പരിപാലിച്ച സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറാത്ത കൃപയിലും കരുണയിലും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യണമേ. ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഫലദായകമായ ജീവിതം മറ്റുള്ളവരുടെ മുൻപിലും ദൈവ സവിധത്തിലും തങ്ങളോട് തന്നെയും പുലർത്തുവാനുള്ള കൃപയും അതിനുള്ള വിശാലതയും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയുടെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് നിർത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദൈവകൃപയെ പുതുവർഷത്തിലും അനുഭവിച്ച്
ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി സാക്ഷ്യമുള്ളവരായിരിക്കാൻ, ഫലദായകരായിരിക്കാൻ ദൈവം സഹായിക്കണമേ. യേശു മശിഹയുടെ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.